നമസ്കാരം, ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു വിജു. ഇത് നമ്മളൊരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് നമ്മൾ മാവേലിക്കര തട്ടാരമ്പലം ജനാർദ്ദൻ സാറിൻ്റെ വീട്ടിലെ സോളാർ പ്ലാന്റാണ്. ഇത് നമ്മളെ V-Guardൻ്റെ സോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ 10 വർഷം വാറണ്ടിയുള്ള മെഷീനാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എപ്പോഴും 24/7 നമുക്ക് വിളിക്കാവുന്ന നമ്മുടെ SSES സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ 3 നമ്പർ നമ്മൾ ഇതേ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ക്ലീനിങ് നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വെച്ച പിന്നെ ഇപ്പോൾ 3 ക്ലീനിങ് കഴിഞ്ഞു. 3 ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ 4 മാസം ഇടവിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അത് നമ്മൾ കസ്റ്റമറെ കൊണ്ടുകൂടെ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ വരുന്ന ടെക്നീഷ്യനും സൈൻ ചെയ്ത് കൃത്യമായിട്ട് അത് ഡിസിപ്ലിനായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമ്മളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു പ്ലാന്റാണ്. ഇതൊരു 5 കിലോവാട്ടിൻ്റെ പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാവേലിക്കര തട്ടാരമ്പലം മറ്റമടക്ക് അല്ലേ? മറ്റമടക്ക് ശ്രീമംഗലം. ഇപ്പം 5 കിലോവാട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ കൃത്യമായിട്ട് 4 മാസം കൂടി ഇരിക്കുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാറിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സാറിൻ്റെ എങ്ങനെയാണ് സാറേ ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണ്? എത്ര യൂണിറ്റ് കിട്ടുന്നുണ്ട്? എൻ്റെ പേര് K. ജനാർദ്ദനൻ നായർ. ഞാൻ ഏതാണ്ട് ഫെബ്രുവരി മുതൽ ഈ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരുടെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. എനിക്ക് ഇവർ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസാണ് അവർ റെൻഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ദേ ആർ റെഡി വിത്ത് ആൻ ആൻസർ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പലർക്കും ഇവരെ റെഫർ ചെയ്തിട്ടുണ്ട്. പല കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ നിങ്ങൾക്ക് ഉതകുന്ന നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഇവർ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ക്ലീനിങ് ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലീനിങ്ങിന് ഒരു ബോർഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ക്ലീനിങ്ങിൻ്റെ ബോർഡാണിത്. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഇവർ വളരെ കസ്റ്റമറി ആയിട്ടും പ്രൊഫഷണലായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ എത്ര യൂണിറ്റ് വരെയൊക്കെ കിട്ടുന്നുണ്ട്? 36-37 യൂണിറ്റ് വരെയൊക്കെ കിട്ടുന്നുണ്ട് ഈ 5 കിലോവാട്ടിന്. പിന്നെ എനിക്ക് പൊതുവെ മറ്റു അഭിപ്രായം പറയാനില്ല. കാരണം എന്താ, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. അതുപോലെ തന്നെ നിങ്ങളും ഇവരുടെ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സാറ്റിസ്ഫൈഡ് ആകുമെന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് ഏതൊരാളിനും കോൺഫിഡൻസോടുകൂടി തന്നെ റെഫർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കറണ്ട് പോകാറില്ല. അപ്പോൾ അതിന് നമ്മളൊരു ഇൻവെർട്ടറും ലിഥിയം ബാറ്ററിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് 24/7 ഇവിടെ കറണ്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ഇവർ വളരെ പ്രൊഫഷണലായിട്ടുള്ള സർവീസാണ് ഇവർ റെൻഡർ ചെയ്യുന്നത്. അത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഞാനും എൻ്റെ കുടുംബവും. ഓക്കെ സാറേ, താങ്ക് യു. നമ്മൾ ജനാർദ്ദൻ സാറിൻ്റെ വീട്ടിലെ നമ്മൾ 24/7, അതായത് നമ്മൾ ഹൈബ്രിഡ് പ്ലാന്റിന് തുല്യമായിട്ടുള്ളൊരു പ്ലാന്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഓൺ ഗ്രിഡ് പ്ലാന്റ് നമ്മൾ കണ്ടല്ലോ, അത് നമുക്ക് നേരത്തെ ഡയറക്റ്റ് KCBയുടെ ലൈനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാക്കപ്പ് വേണ്ടതുകൊണ്ട് 24/7 കറണ്ട് വേണ്ടതുകൊണ്ട് നമ്മളിപ്പം ഒരു 5 കിലോവാട്ടിൻ്റെ UTLൻ്റെ ഓഫ് ഗ്രിഡ് മെഷീനാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 51.2ൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് സാറേ? സാറിന് സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയാണ് ഇത്? ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ്. ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെ കറണ്ട് പോകാറേ ഇല്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ ഒരു അനുബന്ധ സർവീസ് എന്നുള്ള രീതിയിൽ അവർ ഇത് ഞങ്ങൾക്ക് റെഫർ ചെയ്തതിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡും വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സർവീസ് എടുക്കുന്ന എല്ലാ സോളാർ കസ്റ്റമേഴ്സും ഇതും കൂടെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി കംപ്ലീറ്റ് അറ്റ് ഓൾ. അതെ. പിന്നെ അപ്പം 24/7 നമുക്ക് കറണ്ട് കിട്ടും എന്നുള്ളതാണ് സാറ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ഇതിന് പീരിയോഡിക് ആയിട്ടുള്ള ഒരു മെയിൻ്റെനൻസ്. ഇനിയിപ്പോൾ സാറ് 6 മാസം സാറിൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവുകയാണ്, അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ചാവിയൊക്കെ തന്ന് നമുക്ക് അത്രയ്ക്കും നമുക്ക് വിശ്വാസമാണ് നമ്മളെ. അപ്പോൾ അത് എല്ലാം ക്ലീനിങ് ചെയ്ത് പീരിയോഡിക് മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ,
സോളാർ എടുക്കുന്നവരല്ല, സോളാർ എടുക്കുന്ന എന്തിനു വേണമെന്ന് അവർ സ്വയം അറിഞ്ഞാണ് അവരെടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആണോന്നുണ്ടെങ്കിൽ ഇതും കൂടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഞാനിത് എടുത്തപ്പോഴാണ് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയതും അത് റെഫർ ചെയ്തതിന് ഈ സോളാർ എനർജി സൊല്യൂഷൻസിനോട് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് എനിക്ക് അവരുമായിട്ടുള്ള അസോസിയേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു പ്രോഡക്റ്റിൽ കൂടെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഞാൻ റിവ്യൂ തരാം. നമ്മൾ ഇൻഫ്രാറെഡിൻ്റെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഗ്യാസും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് സാറിന് ഞാൻ റിവ്യൂ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജനാർദ്ദൻ സാറിൻ്റെ തന്നെ റൂഫ് ടോപ്പിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഷീറ്റിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഡോർ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലാഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പെർമനൻ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സോളാർ പ്ലാന്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതിന് എങ്ങനെയാണ് ഇത് ക്ലീനിങ്ങിന് വേണ്ടി പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മളൊരു 5 കിലോവാട്ട് പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അദാനിയുടെ ടോപ്പ് കോൺ പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വാക്വേ ആണ്. ഈ വാക്വേ വഴി നമ്മൾ നടന്നു പോയാണ് 2 സൈഡും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അത് ലൈറ്റനിങ് അറസ്റ്റാണ്. ഇത് നമ്മളെ റൂഫിൻ്റെ പുറത്താണ്. നമ്മളെല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പം ക്ലീനിങ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി കിടക്കുവാണ്. എങ്കിലും നമുക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയുണ്ട്. അതായത് നമുക്ക് ഇതിനൊരു പീരിയോഡിക് മെയിൻ്റെനൻസ് എപ്പോഴും നമുക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് കൃത്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 30% നമുക്ക് ലോസ് ഉണ്ടാകും എപ്പോഴും. എത്രയും നമ്മൾ ശ്രദ്ധിക്കാവോ അത്രയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. ഇത് 1-2 ദിവസത്തേക്കിനാണോ നമ്മൾ ഈ സോളാർ പ്ലാന്റ് ചെയ്യുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെച്ച് അത് പീരിയോഡിക്കായിട്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. സോളാർ വെച്ചിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പോകാം. പക്ഷെങ്കിൽ ഫ്യൂച്ചറാണ് ഇത് നോക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഇത് നമ്മൾ പരിപാലിക്കുന്നത്, എത്രയും ആഫ്റ്റർ സർവീസ് കിട്ടുന്നുണ്ടോ അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് പറയാൻ പറ്റുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. ഏറ്റവും ബെറ്റർ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുക, നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.